ദ കൊവേരിയൻസ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. കൊവേരിയൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം കോറിലേഷൻ ആണ്, വേറെ എവിടെയും കൊവേരിയൻസ് വരുന്നില്ല. സോ കൊവേരിയൻസ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഈസ് 8.4. സോ നമുക്ക് പറയാൻ പറ്റും കൊവേരിയൻസ് എക്സ് വൈ ഈക്വൽ ടു 8.4. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? വേറെ എന്തെങ്കിലും ഡാറ്റ തന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ, വേരിയൻസസ് അല്ലെ, വേരിയൻസ് തന്നിട്ടുണ്ട്. വേരിയൻസ് ഓഫ് എക്സ് ആയിരിക്കാം, നമുക്കിതിന്റെ വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു 25 എന്നും വേരിയൻസ് ഓഫ് വൈ ഈക്വൽ ടു 36 എന്ന് കൺസിഡർ ചെയ്യാം. കാൽക്കുലേറ്റ് കാൽപിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ അല്ലേ, ചെറിയൊരു ഇക്വേഷൻ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ആർ ഈക്വൽ ടു കൊവേരിയൻസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. അറിയുന്ന വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുക. കൊവേരിയൻസ് എക്സ് വൈയുടെ വാല്യൂ 8.4 ഡിവൈഡഡ് ബൈ, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ നോക്കുവാണെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു 25 അല്ലേ. അപ്പൊ അവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എന്താ വരിക? വേരിയൻസിന്റെ റൂട്ട് അല്ലേ, അപ്പൊ 5. വേരിയൻസ് ഓഫ് വൈ ഈക്വൽ ടു 36, അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ എന്താ വരിക? 6 അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സിന്റെ അവിടെ 5ഉം അപ്പുറത്ത് ഇൻറ്റു 6ഉം. സോ കാൽക്കുലേറ്റർ എടുക്കുക, ഒറ്റ സ്റ്റെപ്പ്. ഏതാണ് സ്റ്റെപ്പ്? 8.4 ഡിവൈഡഡ് ബൈ 5 ഡിവൈഡഡ് ബൈ 6 എനിക്ക് കിട്ടി 0.28. So the answer is option B, 0.28. ഓപ്ഷൻ ബി. എളുപ്പം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ, എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്തിനാ വെറുതെ ഒരു മാർക്ക് കളയുന്നത് അല്ലേ?